നമസ്കാരം. നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. ഇന്ന് ഞാൻ പ്രശസ്ത എഴുത്തുകാരനായ ചന്ദ്രശേഖരൻ തമ്പാനൂരിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. നമസ്കാരം. 2 തവണ കാണാൻ വന്നിട്ടും കാണാൻ പറ്റിയില്ല. ഞാൻ ജനിച്ചു വളർന്ന മണ്ണിൽ എഴുത്തിൻ്റെ അഗ്രഹാരങ്ങളിലൂടെ ഒരു യാത്ര നടത്തി എന്ന് തോന്നത്തക്ക വിധം പണ്ട് വളരെ മൗനിയും യാതൊരു വിധ ഭാവഭേദങ്ങളുമില്ലാതെ എല്ലാവരോടും വളരെ സ്നേഹത്തോടും സൗമ്യതയോടും പെരുമാറുന്നൊരു നല്ല വ്യക്തിത്വം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2-3 പുസ്തകം എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ 8-10 പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നു. പ്രഭാത് ബുക്സിൻ്റെ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടിയിരിക്കുന്നു. കാലം ഒരുപാട് കഴിഞ്ഞ് അദ്ദേഹത്തിനെ ഇന്ന് ഞാൻ വീണ്ടും കാണാമെന്ന് 10 മിനിറ്റ് സംസാരിക്കണം എന്നാണ് ഉദ്ദേശിച്ചെങ്കിലും എൻ്റെ മനസ്സിലെ ചിന്ത അദ്ദേഹത്തെ കുറേ വധിച്ചിട്ട്, കുറേ സംസാരിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് ലൈഫ് എന്ന് നമുക്ക് പറയാമല്ലോ. അപ്പോൾ വളരെ കാലത്തിന് ശേഷം, ഏകദേശം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു 10, 25, 30 വർഷമെങ്കിലും ആയി കാണും, എൻ്റെ ജന്മനാട്ടിലാണെങ്കിലും അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞത് ഇന്നാണ്. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായി ഇന്ന് വന്ന അദ്ദേഹവുമായി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച്, അദ്ദേഹത്തെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ കുറേ നേരം സംസാരിക്കുകയുണ്ടായി. വളരെ തിരക്കാണ് ഇരുവർക്കും. അത് മനഃപൂർവ്വമല്ല, ജീവിതത്തിൻ്റേതായിട്ടുള്ള പല പല പ്രശ്നങ്ങൾ. അങ്ങനെ ഇദ്ദേഹവുമായിട്ടുള്ള ഒരു ദീർഘമായൊരു ഇൻ്റർവ്യൂ, കുറച്ച് വിമർശനമൊക്കെ വേണമല്ലോ, വിമർശിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊന്ന് വായിച്ചുകൊണ്ടും ഞാനൊരു ദീർഘമായിട്ടുള്ള ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്നേഹത്തിൻ്റെ, ബഹുമാനത്തിൻ്റെ ആർജവമുള്ള ഒരു നല്ല മനുഷ്യൻ, ജീവിതബോധമുള്ള വ്യക്തിത്വമുള്ള ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്താണ് മിസ്റ്റർ ചന്ദ്രശേഖരന് എന്നോട് പറയാനുള്ളത്? വളരെ സന്തോഷം തോന്നുന്നു ഒരു നിമിഷമാണിത്. വളരെ കാലത്തിന് ശേഷം ഈ നാട്ടിലെ തന്നെ ആഴത്തിൽ വേരുകൾ ഇറങ്ങിയ ഒരു കുടുംബത്തിലെ ഒരു കുട്ടി വളരെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വീട് തേടി വരികയും നേരിൽ കാണാൻ സാധിക്കാതെ മടങ്ങിപ്പോയിട്ട് വീണ്ടും വന്ന് വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും എന്നെ വന്ന് കണ്ടതിന് ആദ്യമായിട്ട് അദ്ദേഹത്തെ ആ പയ്യനെ, ആ വളരെ ചെറുപ്പക്കാരനെ, ഉത്സാഹശാലിയായ ഊർജ്ജസ്വലനായ ആ ശബ്ദത്തിൻ്റെ ഉടമയ്ക്ക് ഞാൻ വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യം നന്ദി പറയുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് വേറെ ഒരു തലം കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ തമ്പാനൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗൃഹാതുരമായ ഒരുപാട് ഓർമ്മകൾ അദ്ദേഹത്തിന് ഉണ്ടാവും, അതെനിക്കറിയാം. വളരെ കാലം പ്രവാസിയായിരിക്കുകയും ഈ നാടിനെ വരുമ്പോഴെല്ലാം ഇതിൻ്റെ എല്ലാ ചലനങ്ങളെയും സൂക്ഷ്മവും നിരീക്ഷിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് അദ്ദേഹം. ധാരാളം സിനിമാ മോഹങ്ങളായിട്ട് നടന്ന ഒരു കാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വന്ന് കാണുന്നത് വളരെ ഏതാണ്ട് ഒരു 50 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അയ്യോ, 50 വർഷമായി കണ്ടേട്ടാ? തീർച്ചയായിട്ടും കണ്ടാവും. കാരണം എനിക്കിന്ന് 75 വയസ്സാകാൻ പോകുന്നു. എനിക്കിപ്പോൾ 22 തികഞ്ഞതേ ഉള്ളൂ. അപ്പം അത്രയും വർഷത്തിൻ്റെ ബാക്കിലേക്കാണ് എൻ്റെ ഓർമ്മകൾ പോകുന്നത്. ശരവണ മഹേഷ് എന്ന് പറയുന്ന ഒരു സിനിമ, ഞാനന്ന് സിനിമ കണ്ടു നടക്കുന്ന ഒരു കാലമാണ്. വെറും സിനിമകൾ മാത്രം കണ്ടു നടക്കുന്ന ഒരു കാലഘട്ടത്ത് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു മോഹവുമായിട്ടാണ് ഈ പയ്യൻ, ഉത്സാഹശാലിയായ പയ്യൻ്റെ അടുക്ക് വരുന്നത്. അതിന് ആദ്യമായിട്ട് കാണിക്കുന്ന ഒരു ലോഗോ വേണം. ആ ഒരു ലോഗോ വരയ്ക്കാനാണ് എൻ്റെ അടുക്ക വരുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഞാൻ സിനിമ കാണുന്ന ഒരു തലത്തിൽ നിൽക്കുമ്പോൾ സിനിമ നിർമ്മിക്കാനുള്ള ഒരു തലത്തിലേക്കാണ് ആ പയ്യൻ്റെ ഒരു പ്രയത്നം അവിടെ ഞാൻ കണ്ടത്. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി അപ്പോൾ തന്നെ. കാരണം തമ്പാനൂരിൽ നിന്ന് ഒരുപാട് കലാകാരന്മാരും ഒരുപാട് എഴുത്തുകാരും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് തമ്പാനൂർ എന്ന് പറയുന്നത്. പക്ഷേ അവരെയൊന്നും പുറം ലോകം അറിഞ്ഞിട്ടില്ല, നിർഭാഗ്യവശാൽ പുറം ലോകം അറിഞ്ഞിട്ടില്ല. ആ സ്ഥലത്ത് നിന്ന് ഒരു സിനിമ
സംവിധാനത്തിനും പ്രൊഡ്യൂസ് ചെയ്യാനും ഒരു പയ്യൻ വരിക എന്ന് അന്ന് എനിക്ക് വളരെ അത്ഭുതവും അഭിമാനം തോന്നി. ഞാനത് എന്നാൽ കഴിയുന്ന രീതിയിൽ അത് വരച്ചു കൊടുത്തു. അതിൻ്റെ മേൽ നടപടികളൊന്നും ഞാൻ തിരക്കാനൊന്നും പോയിട്ടില്ല. പക്ഷേ എനിക്ക് അതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാവാം. പക്ഷേ അത് ആ ഒരു ഔത്സുക്യം ഒരിക്കലും നമുക്ക് അവഗണിക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ എനിക്ക് കണ്ടപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഒരു ബയോഗ്രാഫി, അദ്ദേഹം നടന്ന് വന്ന വഴികളുടെ ഒരു കുറച്ച് ചിത്രങ്ങളെല്ലാം കേട്ടപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി. ഈ ലോകത്തിൻ്റെ ഒരു കോണിലിരുന്ന് ഇത്രയും കാര്യങ്ങൾ, ഇത്രയും വളരെ മികച്ച പുസ്തകങ്ങൾ, വളരെ ഭാരതരത്ന കിട്ടിയിട്ടുള്ള ഒരുപാട് മഹാപ്രതിഭകളെ, നമ്മുടെ ഈ ഭാരതം എന്ന് പറയുന്ന കൃഷിമാരുടെ ഒരു രാജ്യമാണ്. കൃഷിമാരെന്ന് പറയുന്നത് നമ്മുടെ മുൻകാല ഗുരുക്കന്മാരാണ്. ആ ഗുരുക്കന്മാരെ നേരിട്ട് പോയി ചെന്ന് കണ്ട് അവരെ സ്പർശിച്ച് അവരുടേതായ വാക്കുകൾ ശ്രവിച്ച് അവരിൽ നിന്ന് കയ്യൊപ്പ് വരെ വാങ്ങി വളർന്നു വന്ന ഒരു മഹാഭാഗ്യവനാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതൊരു നിസ്സാര കാര്യമല്ല. ഭാരതരത്ന കിട്ടിയിട്ടുള്ള ഒരുപാട് മഹാപ്രതിഭകൾ നമ്മൾ വളരെ ദൂരെ നിന്ന് മാത്രം വണങ്ങിയിട്ടുള്ള ആ മഹത്വമായ വ്യക്തികളെ നേരിട്ട് ചെന്ന് കണ്ട് ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ രേഖകൾ, അവരുടെ ആശംസകളും ആശീർവാദങ്ങളൊക്കെ ഏറ്റുവാങ്ങാൻ കഴിവുള്ള നേടി എടുത്ത ആ ഒരു മഹാപ്രതിഭയെ ഞാൻ വളരെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് എന്നെ കാണാൻ വന്ന ആ ഒരു കുഞ്ഞു പയ്യൻ തന്നെയാണ് രവി എന്നാണ് ഞാൻ അന്ന് വിളിച്ചു തന്നത്. അറിയപ്പെടുന്നതും പിന്നീട് അദ്ദേഹത്തിൻ്റെ ബാനറിൽ കൂടിയാണ് ശരവണ മഹേഷ് എന്നുള്ള പേരൊക്കെ പിന്നീട് വരുന്നത്. എനിക്ക് അദ്ദേഹം ഇപ്പോഴും എൻ്റെ ഒരു സഹോദരിയുടെ മകൻ എന്ന പോലെ ഒരു വാത്സല്യമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. ആ ഒരു മഹത്വത്തെയാണ് ഞാൻ അവിടെ കാണുന്നത്. ഇത് ഒരു വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല, അദ്ദേഹത്തെ അറിയണം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോകൾ നിങ്ങളുണ്ട്, ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ കൂടി അല്ല, അദ്ദേഹം സ്വന്തം കഴിവുകളെ ഒരിക്കലും തുറന്ന് പറയുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരുപാട് വ്യക്തിത്വത്തെ നേരിട്ട് കണ്ട് അവരുടെ അവരുടെ സാമീപ്യം, അവരുടെ ദിവ്യമായ വെളിച്ചത്തിൻ്റെ ഒരു ശക്തി ആർജിച്ച ഒരു വ്യക്തിത്വമാണ് ഈ പയ്യൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രമങ്ങൾക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ വിജയവും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉത്തരോത്തരം പ്രശസ്തി ഉണ്ടാകട്ടെ. അതിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് അംഗീകാരങ്ങൾ നേടട്ടെ എന്ന് ഞാൻ ഹൃദയം തുറന്ന് ആശംസിക്കുന്നു. എല്ലാവരും അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണണം, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ പ്രിയപ്പെട്ട എൻ്റെ താല്പര്യമുള്ള എന്നെ അറിയുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും, അവർക്കെല്ലാം ഞാൻ വിനീതമായ നമസ്കാരം പറയുന്നു. സന്തോഷം ചന്ദ്ര. ഞാനിപ്പോഴും പയ്യനാണോ സംശയമാണ്. തീർച്ചയായിട്ടും പയ്യനാണ്. എൻ്റെ മനസ്സിൽ അന്ന് വളരെ നിക്കർ പരുവത്തിലല്ല എൻ്റെ ഇടയ്ക്ക് വന്നത്. നല്ല മാന്യമായ ഒരു വേഷം ധരിച്ച് ഒരു സുഹൃത്തുമായിട്ട് ചേർന്ന് എൻ്റെ ഒരു ബലം കൊണ്ടായിരിക്കും, ഒരു സുഹൃത്തിനെയും കൊണ്ടാണ് എൻ്റെ അടുക്ക് വന്നത്. വന്ന് എൻ്റെ എൻ്റെ ഒരു വന്ന ആവശ്യം പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ സിനിമയൊക്കെ കണ്ട് നടന്ന ഒരു കോളേജ് വിദ്യാർത്ഥിയായിട്ട് നടക്കുന്ന ഒരാൾ, എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരാൾ വന്ന് എന്നോട് പറയുകയാണ് ഞാനൊരു സിനിമ നിർമ്മിക്കുകയാണ്. അന്ന് ചിത്രലേഖയൊക്കെ ഉണ്ടായിരുന്ന കാലമാണ്. അടൂർ ഗോപാലകൃഷ്ണനൊക്കെ നമ്മുടെ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന ഒരു സമയമാണ്. അതൊരു വല്ലാത്തൊരു പീരീഡാണ് ചേട്ടോ. അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ ചിത്രലേഖ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യത്തെ ഒരു നിർമ്മിതിയാണ് പ്രസിദ്ധമായിട്ടുള്ള സ്വയംവരം. അപ്പോൾ സിനിമാ ചരിത്രം പറയുമ്പോൾ സ്വയംവരത്തിന് മുമ്പുള്ളതും സ്വയംവരത്തിന് ശേഷമുള്ളതുമാണ് എന്നാണ് കാലനിർണ്ണയം ചെയ്യേണ്ടത്. ആ ഒരു സിനിമാ സങ്കല്പത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ആ ഒരു പ്രേരണയിൽ കൂടി ഒരു ബാനർ ഉണ്ടാകുന്നത്. ശരവണ മഹേഷ് എന്നുള്ള ഒരു പേര്. എനിക്കത് അത്ഭുതം തോന്നി, ഭയങ്കര അഭിമാനം എനിക്ക് തോന്നി ആ കാലഘട്ടത്തിൽ. പക്ഷേ എനിക്കത് എങ്ങനെ അങ്ങനെ ഒരു തുടക്കമല്ലേ, ആ ഒരു രീതിയിൽ അവരെ അഭിനന്ദിക്കാനുള്ള ഒരു ഇതും വന്നിട്ടില്ല. എന്നോട് പറഞ്ഞത്, അവർ തന്നെ വിഷം കൊണ്ടുവരികയാണ്. എങ്ങനെയായിരിക്കണം ആ ചിത്രത്തിൽ പിന്നെ ആ ലോഗോ വരേണ്ടത് എങ്ങനെയായിരിക്കണം എന്ന് അവരെന്നോട് ഇങ്ങനെ ആവശ്യപ്പെടുകയാണ്. എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ഒന്നും അതിനകത്തില്ല. അദ്ദേഹം പറഞ്ഞണക്ക് ഞാൻ വരച്ചു കൊടുത്തത് എന്നാലാവുന്ന രീതിയിൽ വരച്ചു കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊരു ചെറിയ കാര്യമല്ല. അതായത് ഏതൊരു കാര്യവും മഹത്തായ കാര്യം ഉണ്ടാവുന്നത് വളരെ സിമ്പിളായിട്ടാണ്.
റഷ്യൻ വിപ്ലവം തന്നെ വളരെ ചെറുതായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ആദ്യം ഈ ലോകത്തുള്ള ഏത് മാറ്റത്തിൻ്റെ വിധേയമായിട്ടുള്ള ഏത് കാര്യം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, ചരിത്രത്തിൻ്റെ പിന്നോക്കം നോക്കി നോക്കൂ, വളരെ സിമ്പിളായിട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തുടക്കത്തിൻ്റെ ഒരു സ്ഫുരണമാണ് എനിക്കന്ന് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഞാൻ സിനിമയൊന്നും നിർമ്മിച്ചില്ല, 4-5 ഷോർട്ട് ഫിലിമും അതും ഇതൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. എങ്കിലും പ്രയത്നമൊന്നും നടത്തുന്നുണ്ട് ചന്ദ്ര, ഒരു പടം ഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ള പരിശ്രമത്തിലാണ്. തീർച്ചയായിട്ടും നടക്കുമോ എന്നറിയില്ല എങ്കിലും ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും ശ്രമമാണല്ലോ എല്ലാത്തിൻ്റെയും പിന്നെ. അതായത് സിനിമയെക്കാളും വളരെ വേഗത്തിൽ ഇപ്പം മീഡിയ വളരുന്നുണ്ട്. അതെ, ഇപ്പം മൾട്ടിമീഡിയ എന്ന് പറയുന്നത് സിനിമയുടെ ഒരു ഭാഗമാണ്. സിനിമ എന്ന് പറയുന്ന നിലനിൽക്കുന്ന വെച്ചാൽ അതിൽ എല്ലാ കലകളും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മൾട്ടിമീഡിയയിലും ഇതെല്ലാ കലകളും, ചിത്രകലയാകട്ടെ, പെയിൻറ്റിങ് ആകട്ടെ, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ആകട്ടെ, ചമയമാകട്ടെ, അഭിനയമാകട്ടെ, എല്ലാം ഈ മൾട്ടിമീഡിയയിലും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സമ്മേളിക്കുന്ന ഒരു ഇതാണ് ഈ യൂട്യൂബ് ഇങ്ങനെയുള്ള അതിൽ കൂടി വരുന്ന ചിത്രീകരണ സംബന്ധമായ ഒരുപാട് അറിവും പിന്നെ സർഗാത്മകമായ പരിപാടികളും ഒക്കെ അതിനകത്തുണ്ട്. അപ്പോൾ സിനിമ തന്നെ നമ്മൾ നിൽക്കണമെന്നില്ല, സിനിമ തന്നെ നിൽക്കാതെ തന്നെ സിനിമയ്ക്ക് സമാന്തരമായി ഇതൊക്കെ കൂടി ചെയ്യാം. അതിൽ ഭാവിയുണ്ട്, അതിന് ഒരുപാട് വിജയസാധ്യതകളുണ്ട്. എന്തായാലും പരിശ്രമം തുടരുന്നുണ്ട് ചന്ദ്ര. തീർച്ചയായിട്ടും അത് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും, അതും ഉണ്ടാവും. കാരണം നിങ്ങൾ ജനിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ്. എൻ്റെ ഒരു പ്രവചനം അങ്ങനെയാണ്. നിങ്ങൾ ഇതിനു വേണ്ടി ജീവിതം അർപ്പിക്കപ്പെട്ട ആളാണ്. അതിൽ വിജയിച്ചോ വിജയിച്ചില്ല അത് വേറെ കാര്യം. തീർച്ചയായിട്ടും പരിശ്രമമാണല്ലോ എല്ലാത്തിനും. അതെ, അതാണ്. ഇനി അത് വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഇത് ഉറച്ച വിശ്വാസം. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, അർപ്പണബോധമുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു നല്ല വശം. ഇപ്പോൾ 1-2 ശ്രമം നടത്തിയിട്ട് പിന്തിരിഞ്ഞ് എന്തെങ്കിലും പൈസ കിട്ടുന്ന സമ്പ്രദായത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരേണ്ട കാര്യമില്ല. അപ്പം പൈസ സമ്പാദനത്തിനല്ല. ഇന്ന് എല്ലാവരും പൈസയ്ക്ക് പിന്നാലെയും പ്രശസ്തിക്ക് പിന്നാലെയും അംഗീകാരത്തിന് പിന്നാലെയും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ അതൊന്നും ആഗ്രഹിക്കാതെ തനതായ ഒരു വഴി തേടുന്ന ഒരു ചെറുപ്പക്കാരനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരേക്കും. അതിൽ യാതൊരു മാറ്റവും ഇതുവരേക്കും വന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാ നല്ലവരായ കാണികളും ഈ വീഡിയോകളെ, എൻ്റെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ പറയല്ല, എന്നെ ചിത്രീകരിച്ചതുകൊണ്ടും പറയല്ല, ആ വീഡിയോയിലൊക്കെ നല്ല വശമുണ്ട്. ഓരോ വ്യക്തികളെയും, മഹാനായ വ്യക്തികളെ ഒരുപാട് പ്രയാസപ്പെട്ടാണ് അദ്ദേഹം പോയി ഓരോന്നും ചിത്രീകരിക്കുന്നത് ഞാൻ കണ്ടത്. ഞാൻ 1-2 വീഡിയോകൾ പരിശോധിക്കേണ്ടായി ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ. അപ്പോൾ അതിനകത്ത് ഒരു അർപ്പിതമായ ഒരു ഭയങ്കര ഒരു സമർപ്പണമായിട്ടുള്ള ഒരു കർമ്മമാണ്. ഭാരതീയമായ സങ്കല്പം തന്നെ അതാണ്. നമ്മൾ കർമ്മം ചെയ്യുക എന്നുള്ളത്, അതിൻ്റെ പ്രതിഫലത്തിനെ കുറിച്ചല്ല ചെയ്യുക. ഇന്ന് എല്ലാവരും പ്രതിഫലത്തിൻ്റെ പിന്നാലെ പോകുന്നു. പക്ഷെ അത് വഴിമാറി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ശരവണ മഹേഷ് എന്ന ഈ പയ്യൻ. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും ഉണ്ടാകട്ടെ, എല്ലാവരുടെ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എന്തായാലും സന്തോഷം ചന്ദ്ര, വീണ്ടും നമുക്ക് കാണാം. നിർത്തട്ടെ, നന്ദി. തീർച്ചയായിട്ടും. ഓക്കെ.